ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബേബി ഫ്രോക്കുമായാണ്. അതിനു മുൻപ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇന്ന് ഞാൻ ഇവിടെ തയ്ക്കുന്നത് ഒരു ബേബി ഫ്രോക്കാണ്. ഒരു 4 വയസ്സുള്ള ഒരു കുട്ടിയുടെ മെഷർമെൻ്റ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ അളവ് ഫ്രോക്കിൽ നിന്ന് തന്നെ അളവെടുത്താണ് ഞാനിത് തയ്ക്കാൻ പോകുന്നത്. ഈ മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഏത് സൈസിലുള്ള ബേബി ഫ്രോക്കും നിങ്ങൾക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഈ ഫ്രോക്ക് തയ്ക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പഴയ സാരിയാണ്. ഈ ഫ്രോക്ക് തയ്ക്കുന്നതിന് എനിക്കധികം പൈസയൊന്നും ചിലവായില്ല. ഇതിന് മാച്ച് ചെയ്യുന്നൊരു തുണിയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് 1/4 മീറ്റർ മാത്രമേ ഉള്ളൂ. ഇത് തയ്ക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അളവ് ഫ്രോക്ക് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഞാനിത് തയ്ക്കാൻ വേണ്ടി എടുത്ത അളവ് ഫ്രോക്ക്. ഇത് വെച്ചാണ് ഈ ഫ്രോക്ക് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിനു വേണ്ടി 1 മീറ്റർ ലൈനിങ് കൂടി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കട്ടിങ് പാർട്ട് നമുക്കൊന്ന് നോക്കാം. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന അളവ് ഫ്രോക്ക്. അപ്പം ഇതിൻ്റെ അളവുകൾ എങ്ങനെയാണ് എടുക്കുക എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഈ ടോപ്പിൻ്റെ ഇറക്കമാണ് നോക്കുന്നത്. അപ്പം ഇതിൻ്റെ നെക്കിൻ്റെ ഈ എൻഡിൽ തന്നെ വേണം ടേപ്പ് വെക്കാൻ. ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അളവ് കിട്ടില്ല. അപ്പം ഈ നെക്കിൻ്റെ ഈ ജോയിൻ്റ് ഇവിടെ വരുന്ന സ്ഥലത്ത് ഇതുപോലെ തന്നെ ടേപ്പ് വെച്ച് കൊടുക്കുക. 1/2 ഇഞ്ച് സീം അലവൻസ് ഇട്ട് കൊടുത്തിട്ട് വേണം വെച്ച് കൊടുക്കുക. അതിനുശേഷം താഴെ വരെ ജോയിൻ്റ് വരെ ഒന്ന് അളന്ന് നോക്കുക. അപ്പോൾ ഈ 9.5 ഇഞ്ചാണ് ഈ ജോയിൻ്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ താഴെ ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് ഇട്ട് കൊടുക്കണം. അപ്പം ടോപ്പിൻ്റെ ഇറക്കം 10 ഇഞ്ചാണ് വേണ്ടത്. ഇനി അടുത്തെടുക്കേണ്ടത് ടോപ്പിൻ്റെ വണ്ണമാണ്. ടോപ്പിൻ്റെ വണ്ണം ഉള്ളിലാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സീം അലവൻസ് സെപ്പറേറ്റ് ഇട്ട് കൊടുക്കണ്ട. ഇതിൻ്റെ ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡിലേക്ക് ഇങ്ങനെ വലിച്ചു പിടിച്ച് കൊടുക്കുക. അപ്പം ഇവിടെ വന്നിരിക്കുന്നത് 13 ഇഞ്ചാണ്. അപ്പം ടോപ്പിൻ്റെ വണ്ണം 13 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. ഇനി വേണ്ടത് ഷോൾഡറാണ്. അപ്പോൾ ഷോൾഡറിൻ്റെ അളവ് ഇവിടെ നോക്കുക. ഇവിടെ ഷോൾഡർ 8 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പം 2 വശത്തും തയ്യൽ തുമ്പ് കൂടി കൂട്ടിയിട്ട് 9 ഇഞ്ചാണ് ഷോൾഡർ. ഇനി ഇതിൻ്റെ നെക്ക് വിട്താണ് നോക്കുന്നത്. ഇതിൻ്റെ നെക്ക് വിട്ട് നോക്കാൻ ഇതുപോലെ ഇങ്ങനെ ടേപ്പ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ 4.5 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പം തയ്യൽ തുമ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പം മടക്കി തയ്ച്ചിട്ടാണുള്ളത്. അപ്പോൾ 1/4 ഇഞ്ച് 2 വശത്തേക്കും പോകുമ്പോൾ നമ്മൾ ഇതിൻ്റെ നെക്ക് എടുത്തിരിക്കുന്നത് 4 ഇഞ്ച് എടുത്താൽ മതി. ഇത് ഫ്രണ്ട് നെക്ക് എടുക്കാൻ വേണ്ടി ടാപ്പിന് ഇതുപോലെ 1/2 ഇഞ്ച് സീം അലവൻസ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതിന് ശേഷം ഈ ടാപ്പിന് എവിടെയാണോ ഈ ഇറക്കം വന്നിരിക്കുന്നത് അവിടത്തേക്ക് ഈ ടാപ്പിനെ ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ 3 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. ഇവിടെ 3 ഇഞ്ചാണ് മടക്കിയപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം ഒരു 1/4 ഇഞ്ച് കുറച്ച് 2.25 ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് ഇറക്കം. ഇതിൻ്റെ ബാക്ക് നെക്ക് ഇറക്കം ഇതുപോലെ തന്നെ ടാപ്പിനെ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ബാക്ക് നെക്ക് ഇറക്കം 2 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പം 1/4 ഇഞ്ച് കൂടി കുറച്ച് 1.25 നമുക്ക് ഇതിൻ്റെ ബാക്ക് നെക്ക് ഇറക്കം എടുക്കാം. ഇനി ഇതിൻ്റെ കൈക്കുഴിയാണ് എടുക്കേണ്ടത്. കൈക്കുഴിയും ഇതുപോലെ തന്നെ ഈ എൻഡിൽ വെച്ചാണ് നമ്മൾ ടേപ്പ് വെക്കേണ്ടത്. അതും ഇതുപോലെ തന്നെ സീം അലവൻസ് 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ഇനി ഇതിനെയും അതുപോലെ തന്നെ ടേപ്പിനെ ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇതിൻ്റെ കൈക്കുഴി എവിടെയാണ് വന്നിരിക്കുന്നത് അവിടെ വരെ ഇങ്ങനെ മടക്കി കൊടുക്കണം. ഇവിടെ ഒരു 5 ഇഞ്ചാണ് ഇതിൻ്റെ കൈക്കുഴി വന്നിരിക്കുന്നത്. അപ്പം ഇതൊരു 1/2 ഇഞ്ച് കൂടി കുറച്ച് 4.5 ഇഞ്ച് ഇതിൻ്റെ കൈക്കുഴി എടുക്കാം. ഇനി എടുക്കേണ്ടത് ടോപ്പിൻ്റെ താഴത്തെ വണ്ണാണ്. അത് വന്നിരിക്കുന്നത് 11 ഇഞ്ചാണ്. അപ്പോൾ തയ്യൽ തുമ്പ് കൂടി കൂട്ടി 12 ഇഞ്ച് വരും. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പകുതി 6 ഇഞ്ച് എടുത്താൽ മതി. ഇനി ഇതിൻ്റെ ബോട്ടം പാർട്ടിൻ്റെ ഇറക്കം നോക്കാം. അപ്പോൾ ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് ഇട്ട് കൊടുത്തിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് രണ്ടും ജോയിൻ ചെയ്ത് തയ്ച്ച ഇവിടെ 1/2 ഇഞ്ച് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ താഴെ വരെയുള്ള ഇറക്കം നോക്കുക. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 17 ഇഞ്ചാണ്. അപ്പോൾ നമുക്കൊരു 18 ഇഞ്ച്
ഇറക്കം എടുക്കാം. ഇനി ഇതിൻ്റെ ലൈനിങ് ഒരു 14 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മടക്കി തയ്ക്കുന്നതും കൂട്ടി ഒരു 15 ഇഞ്ച് എടുത്താൽ മതി. ഇനി ഈ തുണിയുടെ ലെങ്ത്താണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് ഓൾറെഡി ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇതിൻ്റെ ഫ്രണ്ട് വശത്ത് എവിടെയാണോ ജോയിൻ ചെയ്ത് വന്നിരിക്കുന്നത് അവിടെ വരെ ഒന്നളന്ന് നോക്കാം. ഇതെനിക്ക് വന്നിരിക്കുന്നത് 30 ഇഞ്ചിലാണ് ഈ ജോയിൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു അര ഇഞ്ച് കൂടി കൂട്ടിയിട്ട് 31 ഇഞ്ച് ഇതിൻ്റെ ലെങ്ത് എടുക്കാം. അതുപോലെ തന്നെ ലൈനിങ്ങും അളന്ന് നോക്കാം. ലൈനിങ്ങും ഇതുപോലെ തന്നെ ജോയിൻറ്റ് വന്നിരിക്കുന്നത് 27 ഇഞ്ചിലാണ്. അപ്പോൾ ഒരു അര ഇഞ്ച് കൂടി കൂട്ടി 27.5 ഇഞ്ചായിട്ടാണ് ഇതിൻ്റെ നീളം എടുക്കേണ്ടത്. ഇതിൻ്റെ അളവുകളൊക്കെ നമ്മളെടുത്തിരിക്കുന്ന തുണിയിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് ഞാൻ നേരത്തെ എടുത്ത അളവുകൾ. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഷോൾഡർ വന്നിരിക്കുന്നത് 9 ഇഞ്ചാണ്. പക്ഷേ അത് നമ്മൾ തുണി രണ്ടായി മടക്കുന്നത് കൊണ്ട് അതിൻ്റെ പകുതി എടുത്താൽ മതി, 4.5 ഇഞ്ച്. ഇനി നെക്ക് വിഡ്ത്ത് വന്നിരിക്കുന്നത് 4.5 ഇഞ്ചായിരുന്നു. അപ്പം അതിൽ നിന്ന് ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കുറച്ചിട്ട് 4 ഇഞ്ച് എടുത്താൽ മതി. അപ്പം തുണി മടക്കുന്നത് കൊണ്ട് അതിൻ്റെ പകുതി 2 ഇഞ്ച് എടുത്താൽ മതി. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും അതുപോലെ തന്നെ എടുത്താൽ മതി. ഇനി ടോപ്പിൻ്റെ വണ്ണം, അതായത് ടോപ്പിൻ്റെ ബ്രെഡ്ത്ത് 13 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. തയ്യൽ തുമ്പ് കൂടി കൂട്ടിയിട്ടാണ് അത് വന്നത്. അപ്പം നമ്മൾ തുണി മടക്കുന്നത് കൊണ്ട് അതിൻ്റെ പകുതി 6.5 ഇഞ്ച് എടുത്താൽ മതി. അതുപോലെ തന്നെ ടോപ്പിൻ്റെ താഴത്തെ വണ്ണം അതുപോലെ 12 ഇഞ്ചാണ് വന്നത്. അപ്പോൾ അതിൻ്റെ പകുതി 6 ഇഞ്ച് എടുത്താൽ മതി. ഇതിലേക്കും ബാക്കിലും വെക്കുമായി ഈ ബോട്ടം പാർട്ടിൻ്റെ 2 പീസ് വീതം കട്ട് ചെയ്തെടുക്കും. ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ തുണിയെ ഞാൻ 4ആയി മടക്കിയിട്ടുണ്ട്. ഇനി ഇതിലെ ഓരോ അളവും അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കാം. എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് കഴുത്ത് ആദ്യം കട്ട് ചെയ്യാൻ പാടില്ല. ബാക്ക് കഴുത്ത് കട്ട് ചെയ്തതിന് ശേഷം ഈ 2 പാർട്ട് സെപ്പറേറ്റ് ചെയ്യുക. അതിന് ശേഷം മാത്രം ഫ്രണ്ട് കഴുത്ത് കട്ട് ചെയ്താൽ മതി. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ടോപ്പ് വെച്ച് ഞാൻ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് വശത്തിൻ്റെ അതുപോലെ കട്ട് ചെയ്തു. ഇനി താഴത്തെ ചുരുക്ക് വെക്കുന്ന ഭാഗത്തെ ലൈനിങ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് വശത്തെയും ബാക്ക് വശത്തെയും കട്ട് ചെയ്തു. താഴെ ഭാഗത്തെ തുണി ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തു. ഞാൻ 18 ഇഞ്ചാണ് പറഞ്ഞത്. പക്ഷേ എനിക്കിവിടെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നതുകൊണ്ട് ഞാനൊരു 17 ഇഞ്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പാർട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ടോപ്പ് തുണിയുടെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ നല്ല വശം ഉള്ളിൽ വരുന്ന തരത്തിൽ ഇതിൻ്റെ ലൈനിങ് ഇതിൻ്റെ അടിയിൽ വെച്ച് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതിന് ശേഷം ഒരു 1/4 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുള്ളത്. ഈ മാർക്കിലേക്ക് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ബാക്ക് പാർട്ടും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല വശം എപ്പോഴും ഉള്ളിൽ വെച്ചിട്ട് വേണം തയ്ച്ചെടുക്കാൻ. ഇത് തയ്ച്ചതിന് ശേഷം ഈ സൈഡിൽ കട്ട് കൊടുക്കണം. ചെറിയ കട്ടുകൾ കത്രി കൊണ്ട് കൊടുക്കണം. അതിന് ശേഷം ഇത് മറിച്ചിടണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ നമ്മളിതിങ്ങനെ ഇവിടെ ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യണം. ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത് തിരിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അല്ലെങ്കിൽ ഈ ഷേപ്പ് ഇവിടെ പോയിൻ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. ഇതിൻ്റെ കൈക്കുഴിയും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഈ ഭാഗം
സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ കഴുത്തിൻ്റെയൊക്കെ ഈ വളഞ്ഞു വരുന്ന സ്ഥലത്ത് പ്രത്യേകം കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം, എന്നാലേ ആ ഷേപ്പ് കിട്ടൂ. അതുപോലെ തന്നെ ഈ കൈക്കുഴിയുടെ ഈ ഷേപ്പ് വരുന്നിടത്തും കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ വരുന്ന വശത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ മറിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. ഞാനിതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഞാനൊരു ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ഈ സാരിയുടെ അടിഭാഗത്തുള്ള ഒരു ചെറിയൊരു ഡിസൈനാണിത്. ഇത് ഞാൻ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വശം മുകളിൽ വരുന്ന വിധത്തിലാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു 1/2 ഇഞ്ച് ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എവിടെ നിന്നാണോ നിങ്ങൾക്ക് വേണ്ടത്, ഇപ്പോൾ ഒരു 2 ഇഞ്ചോളം മുകളിൽ വെച്ചിട്ടാണ് ഞാനിത് യോജിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അതിന് ശേഷം ഇത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് എത്രയാണോ താഴെ വരെ വരുന്നത് ബാക്കി ഭാഗം കട്ട് ചെയ്ത് കൊടുക്കും. ഇതിങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ നെക്കുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം. നിങ്ങൾക്ക് സാധാരണ കൂട്ടി യോജിപ്പിക്കുന്നത് പോലെ ചെയ്താൽ മതി. പക്ഷേ ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ ഉള്ളിൽ കാണും. അപ്പോൾ ഇത് കാണാതെ ഇത് ഹൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ നെക്കുകൾ തമ്മിൽ യോജിപ്പിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി ഫ്രണ്ട് ഭാഗത്തിൻ്റെ നെക്ക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പം ഇതിലേക്കൂടി നമ്മൾ മറ്റേ വശത്തിൻ്റെ ബാക്കിൽ ഏതാണോ വരുന്നത് അത് തന്നെ ശ്രദ്ധിച്ചെടുക്കണം. കൈക്കുഴി ഇടതുവശത്ത് വരുന്നത് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ നടുഭാഗമായിട്ട് തന്നെ വരണം, മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ ഈ കഴുത്ത് നമ്മൾ ഇതിലേക്കൂടി ഇതിൻ്റെ ഉള്ളിലൂടെ എടുത്ത് രണ്ടും ഇതുപോലെ ഇങ്ങനെ ഒരുപോലെ ഇതിൻ്റെ ഉള്ളിലേക്കൂടി എടുത്ത് രണ്ടും ഒരേ ലൈനിൽ വരുന്നത് പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ വെച്ച് ഒന്ന് ചെരിച്ച് തയ്ച്ചു കൊടുക്കണം. ഇതുപോലെ ഇതിൻ്റെ നെക്കുകൾ അതുപോലെ ഉള്ളിലിട്ട് ഞാൻ ഇങ്ങനെ തിരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചെയ്തത് ഇതുപോലെ ഞാനിങ്ങനെ തയ്ച്ചു കൊടുത്തു, പിന്നെ മറിച്ചിട്ടു. താഴെ വശം ബാക്കി വരുന്ന വശം ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു. ഇനി ഇവിടെയാണ് ഇതിൻ്റെ ചുരുക്കൾ വെച്ച് കൊടുക്കേണ്ടത്.
അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മടക്കി കട്ട് ചെയ്ത് കൊടുക്കണം. ആദ്യം ഇനി ഇതിൻ്റെ താഴെ ലൈനിങ് എടുക്കാം. അപ്പോൾ ഫ്രണ്ട് ഭാഗത്തെ ലൈനിങ്ങാണ് ഞാൻ എടുത്തത്. ഇതിൻ്റേതും സെൻറ്റർ ഭാഗം ഒന്ന് മടക്കി കട്ട് ചെയ്യണം. ഇതുപോലെയാണ് ചുരുക്കുകൾ വെച്ച് കൊടുക്കേണ്ടത്. ഈ രണ്ടിൻ്റെയും സെൻറ്റർ ഒരുപോലെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് ഇതിനെ മാത്രം എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് ചെയ്ത ഈ മാർക്ക് ഒന്ന് മാറിപ്പോവാതിരിക്കാനാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിൻ്റെ അടിയിൽ നല്ല തുണി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മറിച്ചിടാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുരുക്കുകൾ എങ്ങനെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് കാണിച്ചു തരാം. ആദ്യം ഞാൻ ഇതിൻ്റെ നല്ല വശം ഇതുപോലെ എടുക്കുക. അതുപോലെ തന്നെ ഈ തുണിയുടെ നല്ല വശം ഉൾവശം വരുന്ന തരത്തിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ആദ്യം ഒരു 1/2 ഇഞ്ചോളം ചുരുക്ക് വെക്കാണ്ട് സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം നമുക്ക് നല്ല വൃത്തിയുള്ള ചുരുക്കുകൾ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇതിൻ്റെ ഇവിടെ വരുന്ന തരത്തിൽ വേണം വെച്ച് കൊടുക്കാൻ. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നേരത്തെ നമ്മളെടുത്ത ലൈനിങ് അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് മറിച്ചിടുക. അതോടൊപ്പം തന്നെ ഇനി ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ഹുക്സ് വെച്ച് കൊടുക്കാനുണ്ട്. ഹുക്സോ അല്ലെങ്കിൽ കുടുക്കോ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു 1/2 ഇഞ്ചോളം ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് ഒന്നിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഇതിലേക്കൂടി ഇങ്ങനെ ചുരുക്കുകൾ വെച്ച് കൊടുക്കാൻ പറ്റൂ. അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ ഉടുപ്പിൻ്റെ സൈഡ് ഭാഗം കൂട്ടി യോജിപ്പിച്ചാൽ മതി. അതിനു മുൻപ് ഇതിൻ്റെ വള്ളികൾ എങ്ങനെയാണ് ഇവിടെ പിടിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് വശത്ത്, അതായത് ഹുക്സ് പിടിപ്പിക്കുന്ന ആ ഭാഗത്തിൻ്റെ ഇതുപോലുള്ള സൈഡിൽ ഒരു 1/2 ഇഞ്ച് ഉയർത്തിയിട്ട് ഇതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് ഉള്ളിലേക്ക് വരണം നമ്മൾ തയ്ക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഈ സൈഡ് ഭാഗം ഇങ്ങനെ വെച്ച് കൊടുത്ത് എത്രയാണോ ഇതിൻ്റെ വണ്ണം വേണ്ടത് അതെടുത്തതിന് ശേഷം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് നമ്മൾ താഴേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നമുക്ക് ഈ
ലൈനിങ്ങിനെ സെപ്പറേറ്റ് ചെയ്ത് തന്നെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഈ ലൈനിങ്ങിനെ മാത്രം, അതായത് ഇതിൻ്റെ നല്ല തുണി ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം ഈ ലൈനിങ്ങിനെ മാത്രം ഇവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ വരെ കൂട്ടി സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങോട്ട് വരുമ്പോൾ ഈ ലൈനിങ് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഈ ലൈനിങ്ങിനെ ഇതിലേക്കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് രണ്ടും ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ. അതിനുശേഷം ഇതിനെ മാത്രം എടുത്ത് ഇവിടെ വരെ നമ്മുടെ സ്റ്റിച്ച് വന്നിട്ടുണ്ടാകും. അതിന് ശേഷം ഇതിനെ മാത്രം എടുത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഉടുപ്പിൻ്റെ അടിവശത്ത് ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് വശത്ത് ഹുക്സ് വെക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുടുക്കും വെച്ച് കൊടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ബേബി ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ഇതുപോലെ ഒരു ഉടുപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട്. പഴയ സാരി ഉണ്ടെങ്കിൽ അതിൻ്റെ മാച്ച് ചെയ്യുന്ന ടോപ്പിൻ്റെ ഒരു തുണി മാത്രം നിങ്ങൾ എടുത്താൽ മതി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം, താങ്ക് യു.